ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അക്കൗണ്ട് കറണ്ട് ആണ്. അക്കൗണ്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ മനസ്സിലാക്കേണ്ട കാര്യം ഇറ്റ് ഈസ് എ റണ്ണിങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ലെഡ്ജർ അക്കൗണ്ട് അല്ല. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ആൻ അക്കൗണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ആൻ അക്കൗണ്ട്. സാധാരണ ലെഡ്ജർ അക്കൗണ്ട് പോലെ ഒരു അക്കൗണ്ട് തന്നെയാണ്. എന്തെല്ലാം അതിന്റെ സ്പെസിഫിക് ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകും. ഇറ്റ് ഈസ് ജസ്റ്റ് എ റണ്ണിങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ആൻ അക്കൗണ്ട്. ഇതൊന്നല്ല പറയേണ്ടത്, ഇത് എപ്പാ പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, ജനറലി ഇത് എപ്പാ പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ, അതായത് ഒരു മാനുഫാക്ചറർ, ഒരു ബയർ അല്ലെങ്കിൽ ഒരു സെല്ലർ, ഒരു ബയർ. ഓക്കെ, അവർ തമ്മിൽ കുറെ ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഓക്കെ, അവര് തമ്മിൽ കുറെ ട്രാൻസാക്ഷൻസ് ഉണ്ട്. എന്നിട്ട് അത് മാത്രമല്ല, അവർ തമ്മിൽ കുറെ ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു ബയറാണ്, ഞാൻ ഒരു സെല്ലറാണ്, ഞാൻ ഒരാൾക്ക് വിൽക്കുന്നു, അവരെ നമ്മൾ പറയാം ബയറിന്. ഞാനും ബയറും തമ്മിൽ കുറെ ട്രാൻസാക്ഷൻസ് ഉണ്ട്. എന്താ ട്രാൻസാക്ഷൻസ്? ഞാൻ അയാൾക്ക് വിൽക്കും, അയാൾ ഗുഡ്സ് റിട്ടേൺ ചെയ്യും, അയാൾ എന്ത് ചെയ്യും, എനിക്ക് പൈസ തരും, അയാൾ ചെക്ക് തന്നതിന് ചിലപ്പോൾ അത് ബൗൺസ് ആവും, ഓക്കെ, അത് ക്യാൻസൽ ആവും. അങ്ങനെ പല ട്രാൻസാക്ഷൻസും ഞാനും ബയറും തമ്മിൽ ഉണ്ടാവും. ഓക്കെ, മനസ്സിലാക്കേണ്ട കാര്യം ഇത് എപ്പാ പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ഈ ബയറെ കയ്യിൽ നിന്ന് ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്നുണ്ട്. ബയറെ കയ്യിൽ നിന്ന് ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഞാനൊരു സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അയാൾക്ക് ഒരു ഡേറ്റ് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ സെൽ ചെയ്തത് 1st January. ഓക്കെ, അയാൾക്ക് ഞാൻ 10th January ഒരു ഡേറ്റ് കൊടുക്കും. ഈ 10th ഡേറ്റിന് പറയുന്ന പേരാണ് നമ്മൾ ഡ്യൂ ഡേറ്റ്. എന്താ പറയാ? ഡ്യൂ ഡേറ്റ്. ഈ ഡേറ്റ് അയാൾ പേ ചെയ്യുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അയാൾ എനിക്ക് ഇൻട്രസ്റ്റ് തരണം. ഓക്കെ, ഈ ഡേറ്റിന് അയാൾ പേ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് തരണം. ഇയാൾ ആ 10th January പേ ചെയ്യുന്നില്ലെങ്കിൽ ഓരോ ദിവസത്തിനും അയാൾ ഇൻട്രസ്റ്റ് പേ ചെയ്യണം നമുക്ക്. അങ്ങനെ വരുമ്പോ അതായത് ഞാനും ബയറും തമ്മിലുള്ള ട്രാൻസാക്ഷൻ n നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്, ഒരു ട്രാൻസാക്ഷൻസ് അല്ല. n നമ്പർ എന്ന് പറഞ്ഞാൽ കുറെ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ആ കുറെ ട്രാൻസാക്ഷൻസ് ഉണ്ടാവുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. ആ സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക? അക്കൗണ്ട് കറണ്ട് പ്രിപ്പയർ ചെയ്യുക. പറയുന്ന മനസ്സിലാകുന്ന മക്കൾ, അക്കൗണ്ട് കറണ്ട് എപ്പോ പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ, ഒരു ബയറും ഒരു സെല്ലറും തമ്മിൽ ട്രാൻസാക്ഷൻസ് ഉണ്ട്. ട്രാൻസാക്ഷൻസ് മാത്രം ഉണ്ടായാൽ പറ്റില്ല, ആ ട്രാൻസാക്ഷൻസ് n നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. ആ n നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് മാത്രമല്ല, അവിടെ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ബയർ ഒരു ലിമിറ്റ് ഒരു ഡേറ്റ് കഴിഞ്ഞിട്ട് അവർ പേ ചെയ്തിട്ടില്ലെങ്കിൽ അവര് പേ ചെയ്യുന്ന എമൗണ്ട് ഇൻട്രസ്റ്റ് വരും. ഓക്കെ, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിന്റെ കോമ്പണന്റും വരുന്നുണ്ട്, അവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് n നമ്പറും ആണെങ്കിൽ അവിടെ എന്ത് പ്രിപ്പയർ ചെയ്യണം? അക്കൗണ്ട് കറണ്ട് പ്രിപ്പയർ ചെയ്യണം. അക്കൗണ്ട് കറണ്ട് പ്രിപ്പയർ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ അക്കൗണ്ട് കറണ്ട് പ്രിപ്പയർ ചെയ്താൽ നമ്മുടെ കമ്പ്യൂട്ടേഷൻസ് ഈസി ആവും, നമ്മുടെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻസ് ഈസി ആവും. അല്ലെങ്കിൽ നമുക്ക് അതൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ആണ്. ഫോർ എക്സാമ്പിൾ 1st January നമ്മൾ സെല്ല് ചെയ്യുന്നത്. ഓക്കെ, 1st January സെല്ല് ചെയ്യുന്നത്, 10th January ഡ്യൂ ഡേറ്റ് ആണ്. ഓക്കെ, അയാൾ പേ ചെയ്യുന്നത് 20th January. ഓക്കെ മക്കൾ, ഒരു ദിവസം ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തിന് ഇൻട്രസ്റ്റ് ഉണ്ട്, ഒരു ദിവസം ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തിന് ഇൻട്രസ്റ്റ് ഉണ്ട്. അതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ 10th January പേ ചെയ്യാത്ത എമൗണ്ട് 20th January പേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, അവിടെ എന്തുണ്ട്? ഇൻട്രസ്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 12% ഇൻട്രസ്റ്റ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 10th മുതൽ ഡേറ്റ് കൗണ്ട് ചെയ്യണം. 10th കൺസിഡർ ചെയ്യരുത്, പറയുന്ന മനസ്സിലാവില്ല. ഡ്യൂ ഡേറ്റ് കൺസിഡർ ചെയ്യരുത്. നമ്മുടെ ഡേറ്റ് എടുക്കേണ്ടത് 11, 12, 13, 14, 15, 16, 17, 18, 19. പേയ്മെന്റ് ഡേറ്റ് എടുക്കണം. പറയുന്ന മനസ്സിലാവില്ല. ഡ്യൂ ഡേറ്റ് എടുക്കാൻ പറ്റൂല, പേയ്മെന്റ് ഡേറ്റ് എടുക്കണം. ഡ്യൂ ഡേറ്റ് എടുക്കാൻ പറ്റില്ല, പേയ്മെന്റ് ഡേറ്റ് എടുക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് എടുത്താൽ മതി. ഏറ്റവും ബെറ്റർ ഇങ്ങനെ പഠിക്കുന്നത്, ഡ്യൂ ഡേറ്റ് എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് 10ാം തീയതിയാ പേ ചെയ്യേണ്ടെങ്കിൽ 10ാം തീയതി വൈകുന്നേരം വരെ നമുക്ക് ടൈം ഉണ്ട്. അന്ന് വൈകുന്നേരത്തിനുള്ളിൽ നമ്മൾ പേ ചെയ്ത് ഇൻട്രസ്റ്റ് വരില്ല. പിറ്റേ ദിവസം മുതൽ പേ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് വരാം. പറയുന്ന മനസ്സിലാവുന്ന, അതുകൊണ്ട് ഡ്യൂ ഡേറ്റ് കൺസിഡർ ചെയ്യരുത്. ഇതെല്ലാം ലോജിക്കലാണ്. പിന്നെ 20th January പേ ചെയ്യുമ്പോൾ 20th January കൺസിഡർ ചെയ്യണം, കാരണം അന്നാണ് നമ്മൾ പേ ചെയ്യുന്നത്, അന്നേരത്തെ ഇൻട്രസ്റ്റ് പേ ചെയ്തോളാം. ഇതാണ് അതിന്റെ ലോജിക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇതൊരു സെല്ല് ചെയ്യുന്നത് 20,000 rupees ആണെങ്കിൽ, ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 20,000 നമുക്ക് തരാനുള്ള എമൗണ്ട് എത്രയാ? 20,000 ഇൻറ്റു 12% ഇൻറ്റു എത്ര ദിവസം? 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 10 days. 10
by 365. ഓക്കെ, ശ്രദ്ധിക്കണം. 365 ആണോ 366 ആണോ എടുക്കേണ്ടതെന്ന് എല്ലാവരും ശ്രദ്ധിക്കണം. ലീപ് ഇയർ ആണെങ്കിൽ 366 അല്ലെങ്കിൽ 365. ലീപ് ഇയർ ആണെങ്കിൽ 366. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, നമ്മൾ അത് കണ്ടുപിടിക്കുമ്പോൾ ഒരു എമൗണ്ട് കിട്ടും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ എമൗണ്ട് വരെ കണ്ടുപിടിക്കാം. ഒരു പ്രശ്നമില്ല. 20,000 into 12% into 10 divided by 365. That is equal to 65.75. Okay, 65.75. പോയിന്റ് ഒക്കെ കൺസിഡർ ചെയ്യണം മക്കളെ. പോയിന്റ് ഒക്കെ കൺസിഡർ ചെയ്യണം. നമുക്ക് കിട്ടുന്ന 65.75 ആണ്. നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയ 65.75. മക്കളെ, ഇത് ഒരു ട്രാൻസാക്ഷൻ ആണ്. ഇത് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ അല്ല നടക്കുക, കുറെ ട്രാൻസാക്ഷൻ നടക്കും. ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണ്ട. നമുക്കിത് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എത്രയാണോ തരാനുള്ളത് അതിന്റെ മേലെ ഇൻട്രസ്റ്റ് റേറ്റ്, എത്രയാണോ ഡേയ്സ് ഉള്ളത് അതിന്റെ മേലെ കമ്പ്യൂട്ട് ചെയ്താൽ മതി. പക്ഷെ കുറെ ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ ഒരു 10, 20, 30 ട്രാൻസാക്ഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റൂല. എന്തുകൊണ്ടെന്നുള്ളത് പറഞ്ഞാൽ വെയിറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനെ പറയാ അക്കൗണ്ട് കറന്റ്. അക്കൗണ്ട് കറന്റ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് അല്ല. അക്കൗണ്ട് കറന്റ് എന്ന് പറയുന്നത് ഒരു റണ്ണിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. It is not a ledger account. Okay, it is an extension of ledger account. Okay, നമ്മൾ ജസ്റ്റ് ഇവിടെ പഠിച്ചത് ഒരു ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ മാത്രമാണ്, വേറൊന്നും മെയിൻ ആയിട്ട് പഠിച്ചില്ല. ഇതൊന്നല്ല സംഭവം, ഇതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതായത് ഒരു മിനിറ്റ് നോക്കാം. ട്രാൻസാക്ഷൻസ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞ n നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ വിചാരിക്കും ഒരു 10,000 റുപ്പീസ് ഉണ്ട്. ഓക്കെ, അത് 1st ജാനുവരിക്കാണ്. ഓക്കെ, 1st ജാനുവരിക്ക് പേ ചെയ്യണം. ഇത് ഡ്യൂ ഡേറ്റ് ആണ് വിചാരിച്ചു. 1st ജാനുവരിക്ക് പേ ചെയ്യേണ്ട 10,000. 20th ഫെബ്രുവരിക്ക് പേ ചെയ്യേണ്ടത് 25,000. ഓക്കെ, ഇങ്ങനെ രണ്ട് എമൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, രണ്ട് എമൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ രണ്ട് എമൗണ്ട് പേ ചെയ്യാനുണ്ട്. ഓക്കെ, രണ്ട് എമൗണ്ട് പേ ചെയ്യാനുണ്ട്. ഈ രണ്ട് എമൗണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓക്കെ, ഇയാൾ പേ ചെയ്യുന്നത് 15,000 രൂപയാണ്. എത്ര പേ ചെയ്യുന്നത്? 15,000 രൂപ. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഫസ്റ്റിലേക്കുള്ള 10,000, ബാക്കി 5,000 സെക്കൻഡിലേക്കും. അതും പേ ചെയ്യുന്ന ഡേറ്റ് പറയും, 25 ഫെബ്രുവരി. 25 ഫെബ്രുവരി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡ്യൂ ഡേറ്റ് 1st ജാനുവരി 2000 സംതിങ് 10,000 റുപ്പീസ് പേ ചെയ്യാൻ പറ്റും. 20th ഫെബ്രുവരിയിൽ എക്സ്ട്രാ പേ ചെയ്യുന്നത് ആദ്യം 25,000 രൂപ. എന്നിട്ട് ഇയാൾ പേ ചെയ്യുന്നത് 15,000 രൂപ. സെയിം എമൗണ്ട് അല്ലേ, 15,000 രൂപ. അത് പേ ചെയ്യുന്നത് 25-ാം തീയതി. ഏത് 20-ാം തീയതി അല്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത്, നിങ്ങൾ നോക്കിയോട്ടത്, ഈ 1/1/2000 സംതിങ്ങിന് പേ ചെയ്യേണ്ട എമൗണ്ട് പേ ചെയ്യുന്നത് അപ്പോൾ 25th ഫെബ്രുവരിയിൽ. അത് വരെയുള്ള ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി ഇതില് 5,000 രൂപ ഇപ്പൊ പേ ചെയ്യുന്നുള്ളൂ, ശരിയല്ലേ? 10,000 രൂപ എന്ത് ചെയ്യും, അതായത് 15,000 പേ ചെയ്താൽ നമ്മൾ അത് രണ്ടിനും വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഒന്ന് 10,000-ന് യൂസ് ചെയ്യും, ബാക്കി ബാലൻസിങ് ഫിഗർ 5,000 എവിടെ യൂസ് ചെയ്യും? ബാലൻസിങ് ഫിഗർ അത് 25,000-ലേക്ക് ഉപയോഗിക്കും. അതായത് നിങ്ങൾ ഈ 25,000-ന്റെ കേസ് നോക്കുമ്പോൾ 5,000, 20,000 ഇങ്ങനെ ഉണ്ടാവാം. ഈ 5,000-ന് നിങ്ങൾ എന്ത് ചെയ്യണം? 22 മുതൽ 25/2 വരെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. 20,000-ന്റെ കേസിൽ 22 മുതൽ വേറൊരു ഡേറ്റ് പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഇനി ഫോർ എക്സാമ്പിൾ അടുത്ത പേയ്മെന്റ് നടത്തുന്നത് 3,000 രൂപയെന്ന് വിചാരിക്കും, അതും 1st മാർച്ച്. അങ്ങനെയാണെങ്കിൽ ഈ 20,000 ആദ്യം സബ് ക്ലാസിഫിക്കേഷൻ 3,000, 70,000. ഓക്കെ, ഈ 3,000 20th ഫെബ്രുവരി മുതൽ 1st മാർച്ച് വരെ. ഇത് 20th ഫെബ്രുവരി മുതൽ എപ്പോ പേ ചെയ്യുന്ന ഡേറ്റ് വരെ. ഓക്കെ ഓക്കെ, അക്കൗണ്ട് കറന്റ് ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ ശ്രദ്ധിച്ചു എല്ലാവരും. നമുക്കൊരു ഡ്യൂ ഡേറ്റ് ഉണ്ട്, 1st ജാനുവരിയിലാണ് നമ്മൾ ഒരു 10,000 രൂപ പേ ചെയ്യാവുന്നത്. അതേപോലെ 20th ഫെബ്രുവരിയിലാണ് അടുത്ത പേ ചെയ്യാവുന്നത്. എന്നിട്ട് നമ്മൾ പേ ചെയ്യുന്നത്, അത് പേ ചെയ്യുന്ന അടുത്ത പേയ്മെന്റ് നമ്മൾ എപ്പോൾ നടത്തുന്നതെന്ന് വെച്ചാൽ 25 ഫെബ്രുവരിയിൽ. അത് 15,000 രൂപ. ഓട്ടോമാറ്റിക് 10,000 രൂപ ഫസ്റ്റിലേക്കും 5,000 രൂപ സെക്കൻഡിലേക്കും, അങ്ങനെയല്ല വരാം. സെയിം ആൾക്കാണ് പേയ്മെന്റ് നടത്തുന്നത്. ഓക്കെ, സെയിം ആൾക്കാർ നമ്മളിപ്പോ പറയുന്നുണ്ട്. നിങ്ങൾ നോക്കിയാട്ടെ, ഈ കേസിൽ തന്നെ നമ്മൾ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ രണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ഒന്ന് 10,000 റിലേറ്റഡ് ആയിട്ടും ഒന്ന് 5,000 റിലേറ്റഡ് ആയിട്ടും.
പിന്നെ അത് മാത്രല്ല അതായത് ഈ 25,000 എന്നിട്ട് 2 ക്ലാസിഫിക്കേഷൻ വന്നു. ഒന്ന് 5,000 വന്നു, ഒന്ന് 20,000 വന്നു. കാരണം ഫസ്റ്റ് ജാനുവരിന്റെ പേയ്മെന്റ്, ഫസ്റ്റ് ജാനുവരിയുടെ ഡ്യൂ ഡേറ്റിന്റെ നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ജാനുവരി മുതൽ 25 ഫെബ്രുവരി വരെയാണ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ കേസിലേക്ക് പോവാം. 20 ഫെബ്രുവരിന് നമ്മൾ പേ ചെയ്യുന്നത് 25/2 ഓക്കെ, ഒന്ന് പേ ചെയ്യുന്നത് നമ്മളോട് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 5,000 റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 20 മുതൽ 25 വരെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അടുത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ 20,000 നമ്മളൊരു 3,000 എപ്പോ പേ ചെയ്യുന്നത് ഫസ്റ്റ് മാർച്ചിന്, അതായത് ഫസ്റ്റ് മാർച്ച് വരെയുള്ള ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ബാക്കിയുള്ളത് 15,000 20 ഫെബ്രുവരി മുതൽ എപ്പോഴാണ് പേ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, ഞാൻ പറയലും നിങ്ങൾ കേൾക്കലും എല്ലാം കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. ഞാൻ പറയലും നിങ്ങൾ കേൾക്കലും ഫുള്ള് കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സായി. ശരിയല്ല? ഡ്യൂ ഡേറ്റ് മുതൽ എപ്പോഴാണ് നമ്മൾ പേ ചെയ്യുന്നത് ആ ഡേറ്റ് വരെ നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്, ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 10,000 രൂപ. ഓക്കെ, ഫസ്റ്റ് ജാനുവരിന്റെ 10,000 രൂപ പേ ചെയ്യുന്നത് 25 ഫെബ്രുവരിയിൽ. ഓക്കെ, അതുകൊണ്ട് ഇത്ര വരെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. ഇപ്പൊ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അടുത്ത 20 ഫെബ്രുവരിന്റെ 25,000 രൂപ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയെല്ലാം പേയ്മെന്റ് നടത്തുന്നുണ്ട് അതേപോലെ. അതായത് 25 ഫെബ്രുവരിയിൽ ഇതിൽ ഒരു 5,000 രൂപ പേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് ഇവിടുന്ന് മുതൽ ഇവിടെ വരെ. ഓക്കെ, രണ്ടാമത് നിങ്ങൾ ഒരു 3,000 പേ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് മാർച്ചിന്. അന്നേരം നിങ്ങൾ ആ 3,000 റിലേറ്റഡ് ആയിട്ട്, ഓക്കെ, 3,000 റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 20 ഫെബ്രുവരി മുതൽ ഫസ്റ്റ് മാർച്ച് വരെ. ഇനി അതേപോലെ ഓരോ പേയ്മെന്റ് ഉള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. നിങ്ങൾ നോക്കിയാട്ടെ, നമുക്ക് ഇതന്നെയായിരിക്കും പരിപാടി. ഒരു ബിസിനസ്സിൽ എത്ര ട്രാൻസാക്ഷൻസ് ഉണ്ടാവും? ഇനി നമ്മൾ ഈ മറ്റേ ഡെബ്റ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് ട്രീറ്റ്മെന്റ് മാത്രം ചെയ്താൽ മതിയോ? അതുകൊണ്ട് ഈ ഇങ്ങനത്തെ കുറെ നമ്മളെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അക്കൗണ്ട് കറന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഒറ്റ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആയിട്ട് ഇത്ര കോംപ്ലിക്കേഷൻസ് വന്നു. ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതായത് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് അക്കൗണ്ട് കറന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, ഒറ്റ ട്രാൻസാക്ഷൻ ഈ 25,000 റിലേറ്റഡ് ആയിട്ട് 3 കാൽക്കുലേഷൻ തന്നെ വന്നു. പെർച്ചേസും റെഗുലർ ആയിട്ടുണ്ടാവും, അതേപോലെ പേയ്മെന്റും റെഗുലർ ആയിട്ടുണ്ടാവും. അതിൽ നമുക്ക് പെട്ടെന്നൊന്നും ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം പെർച്ചേസ് ചെയ്യുന്നുണ്ട്, പേയ്മെന്റ് നടത്തുന്നുണ്ട്, പക്ഷെ പേയ്മെന്റ് നടത്തുന്നത് ചിലപ്പോൾ കുറവായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പ്രോപ്പർ ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറെ ടൈം വേസ്റ്റ് ആവും. അവിടെ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാം, അക്കൗണ്ട് കറന്റ് പ്രിപ്പയർ ചെയ്യാം. മക്കളെ, ഒരു 4 സിറ്റുവേഷൻ പറഞ്ഞാൽ അക്കൗണ്ട് കറന്റ് പ്രിപ്പയർ ചെയ്യുന്നത് ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഓക്കെ, ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ബിസിനസ്. ഓക്കെ, 2 ആൾക്കാർ കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതിന് എന്താ പറയുക, ജോയിന്റ് വെഞ്ചർ. ഓക്കെ, അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ട് കറന്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഏതൊക്കെ സിറ്റുവേഷനിൽ അക്കൗണ്ട് കറന്റ് പ്രിപ്പയർ ചെയ്യാം? purchaser, manufacturer and buyer. അതാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. പിന്നെ കൺസൈൻമെന്റ്, അതിൽ കൺസൈനർ കൺസൈനി. ഓക്കെ, അവിടെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ if there is interest. പിന്നെ അടുത്ത ബാങ്ക് കസ്റ്റമർ ട്രാൻസാക്ഷൻസ്. ജോയിന്റ് വെഞ്ചറിലുള്ള ആൾക്കാരെ വരാൻ കോവെഞ്ചേഴ്സ്. ആ കോവെഞ്ചേഴ്സ് നമ്മൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാൻ പറ്റും, അവർക്കും അക്കൗണ്ട് കറന്റ് പ്രിപ്പയർ ചെയ്യാം. ഇത് കോംപ്ലിക്കേറ്റഡ് പ്രോസസ് സിമ്പിൾ ആക്കി ചെയ്യാം. ഇത്ര കാലം നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എങ്ങനെ ഇൻട്രസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ ഇനി മുതൽ ഈ ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്നും എന്ത് ചെയ്യാം, പ്രാക്ടിക്കലി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പറയുന്ന മനസ്സിലാകുന്ന അക്കൗണ്ട് കറന്റ് പ്രിപ്പയർ ചെയ്യുന്ന ജനറലി 4 കേസാണ്. ഇതൊന്നും ചോദിക്കൂല, പക്ഷെ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ജോയിന്റ് വെഞ്ചറിന്റെ കേസ്, മാനുഫാക്ചറർ ആൻഡ് ബയർ, കൺസൈൻമെന്റ്, ബാങ്കിന്റെ കേസ്. കൺസൈൻമെന്റും ജോയിന്റ് വെഞ്ചറും ഇഫ് ദർ ഇസ് ഇൻട്രസ്റ്റ് ഓൺലി. ഇഫ് ദർ ഇസ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം. ഇവിടെ ആയാലും അത് തന്നെ, ഇഫ് ദർ ഇസ് ഇൻട്രസ്റ്റ്. ബാങ്കിന്റെ കേസിൽ പറയാൻ നിൽക്കേണ്ട, അവിടെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇഫ് ദർ ഇസ് ഇൻട്രസ്റ്റ്, അതായത് ഒരു ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ പേ ചെയ്യുമ്പോൾ അവിടെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും അവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് n number of transactions, frequently there is transactions, we have to prepare account current.
ഇതാണ് അക്കൗണ്ട് കറന്റ് ഫോർമാറ്റ്. ഇനി ഇതിൽ ഹെഡിങ് ആണ് റിസീവർ ഇൻ അക്കൗണ്ട് കറന്റ് വിത്ത് സെൻഡർ, റിസീവർ നെയിം നിങ്ങൾക്ക് തരും, അതേപോലെ സെൻഡർ നെയിം നിങ്ങൾക്ക് തരും. പിന്നെ കോളംസ് എന്ന് പറയുന്നത് ഒന്നുമില്ല, സാധാരണ നിങ്ങളൊരു ലെഡ്ജർ അക്കൗണ്ട് കോളംസ് തന്നെ. എക്സ്ട്രാ വരുന്നത് 2 കോളംസ്, ഒന്ന് ഡേയ്സും ഇൻട്രസ്റ്റും. അതേപോലെ ഡെബിറ്റ് സൈഡിലും അത് വരും, ക്രെഡിറ്റ് സൈഡിലും വരും. ഡേയ്സും ഇൻട്രസ്റ്റും, നമ്പർ ഓഫ് ഡേയ്സ്. നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ലേറ്റ് ആകുന്ന ഡേയ്സ്. ഓക്കെ, ലേറ്റ് ആകുന്ന ഡേറ്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്പർ ഓഫ് ഡേയ്സ് പറയുന്നത്. എല്ലാം പറയും, പേടിക്കാൻ വേണ്ട. ജസ്റ്റ് നിങ്ങളൊന്ന് ഫോർമാറ്റ് ഒന്ന് കോപ്പി. മക്കളെ ശ്രദ്ധിക്കുക, റിസീവർ എന്ന് പറയുന്നത് ജനറലി കസ്റ്റമർ ഓർ ബയർ ആയിരിക്കും. കസ്റ്റമർ ഓർ ബയർ. ഓക്കെ, കസ്റ്റമർ ഓർ ബയർ ആയിരിക്കും റിസീവർ എന്ന് പറയുന്നത്. ഓക്കെ, സെല്ലർ ഓർ സെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലർ ഓർ ക്രെഡിറ്റർ ആണ്. പിന്നെ എന്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാനാണ് വിൽക്കുന്ന ആളെന്ന് വിചാരിക്കും. ഞാനാണ് സെല്ലർ ഓർ ക്രെഡിറ്റർ. ഓക്കെ, ഞാനാണ് എന്ത് ചെയ്യുക, ഞാനാണ് അയച്ചു കൊടുക്കുക. ഞാനാണ് എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. അക്കൗണ്ട് കാർഡ് പ്രിപ്പയർ ആയിട്ട് ആർക്ക് അയച്ചു കൊടുക്കുന്നത്, കസ്റ്റമറിന്. എന്നിട്ട് എന്താ ജേണൽ എന്താണ് മറ്റേ ഹെഡിങ് ഉണ്ടാകുക, എ ഇൻ അക്കൗണ്ട് കറന്റ് വിത്ത് സെജിയർ, എ ഇൻ അക്കൗണ്ട് കറന്റ് വിത്ത് സെജിയർ. എന്നാൽ എ എന്ന് പറയുന്ന ഒരാൾക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നത്. എന്നാൽ അയാളെ നമ്മൾ എന്താ പറയുക, റിസീവർ, ബയർ ഓർ കസ്റ്റമർ എന്ന് പറയും. ഓക്കെ, ഇത് വലിയ ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും മനസ്സിലാക്കാം. റിസീവർ എന്ന് പറഞ്ഞാൽ ബയർ ഓർ കസ്റ്റമർ. സെൻഡർ എന്ന് പറഞ്ഞാൽ ആരാണ്, സെൻഡർ എന്ന് പറഞ്ഞാല് സെല്ലർ ഓർ ക്രെഡിറ്റർ. അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ക്രെഡിറ്റർ ആണ്, ശരിയല്ലേ? എന്റെ പോയിന്റ് ഓഫ് വ്യൂ അയാൾ ഡെപ്റ്റർ ആണ്. നമുക്ക് ഇവിടെ കസ്റ്റമർ, ബയർ ഓർ ഡെപ്റ്റർ എന്നും വേണമെങ്കിൽ എഴുതാം. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ? മക്കളെ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോ, അതായത് അക്കൗണ്ട് കറന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്തതിൽ ഒരു കോളം കുറവാന്നല്ല, ചില കേസിൽ നമുക്ക് അത് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴാന്ന് വെച്ചാൽ ഡ്യൂ ഡേറ്റും ഡേറ്റും സെയിം ആണെങ്കിൽ പ്രിപ്പയർ ചെയ്യേണ്ട നിർബന്ധമില്ല. മക്കളെ ഡ്യൂ ഡേറ്റും ഡേറ്റും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണ്ട, ഇവിടെ ഒരു എക്സ്ട്രാ കോളം ആവശ്യമില്ല. അല്ലെങ്കിൽ if the date, okay, the date of transaction and if the due date is different, അവിടെ നിങ്ങൾ ഒരു പുതിയ കോളം വരക്കല് മാൻഡേറ്ററി അല്ല, ജസ്റ്റ് വായിച്ചാൽ നല്ലതാണ്. നിങ്ങൾക്ക് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നല്ല സിങ്ക് കിട്ടും. ഓക്കെ, എപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഡ്യൂ ഡേറ്റ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യണം. ഇനി ഏത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ നിങ്ങൾ ഡ്യൂ ഡേറ്റ് വെച്ചിട്ട് ചെയ്യണം. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിലും ഇതേ സെയിം കോളംസ് ആണ്, ക്രെഡിറ്റ് സൈഡിലും ഇതേ സെയിം കോളംസ് ആണ്. ഇതാണ് ഏറ്റവും പ്രിഫറബിൾ. ഒരു പ്രോബ്ലം ചെയ്യാൻ കംഫർട്ടബിൾ ഇതാണ്. ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ഡ്യൂ ഡേറ്റ്, എമൗണ്ട്, ഡേയ്സ്, ഇൻട്രസ്റ്റ്. ചില കേസിൽ, അതായത് ക്വസ്റ്റ്യനിൽ ഒന്നും ഡ്യൂ ഡേറ്റിനെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഡേറ്റ് വിൽ ബി ഈക്വൽ ടു ഡ്യൂ ഡേറ്റ്. ചില ക്വസ്റ്റ്യനിൽ ട്രാൻസാക്ഷൻ ഡേറ്റ് മാത്രമേ തരൂ. അന്നേരം നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസാക്ഷൻ ഡേറ്റ് ഈസ് ഈക്വൽ ടു ഡ്യൂ ഡേറ്റ്. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ? എന്റെ ട്രാൻസാക്ഷൻ ഡേറ്റ് ഈസ് ഈക്വൽ ടു ഡ്യൂ ഡേറ്റ് ആയാലും നിങ്ങൾ എന്ത് ചെയ്തു, ആ കോളം വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തു. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ? ആ കോളം വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തോ. കാരണം നമുക്കില്ല ഒരു സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഒരു സ്ഥലത്ത് വേറെ രീതി പ്രിപ്പയർ ചെയ്യാം. നമുക്ക് കുറെ ഡൗട്ട്സ് വരും. ആ ഡൗട്ട്സ് ഇല്ലാണ്ടാക്കണം. അതാണ് എപ്പോഴും നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് ഇതാണ് നമ്മളൊരു യൂണിഫോം ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. എനിക്ക് സ്പേസിന്റെ പ്രശ്നം കൊണ്ട് മാത്രം ഞാൻ കുറച്ച് നീറ്റ്ലി ചെയ്യാൻ വേണ്ടിയിട്ട് ഡെബിറ്റ് സൈഡ് മാത്രം മെൻഷൻ ചെയ്ത് ഇത് ഡെബിറ്റ് സൈഡ് ചെയ്യാം, ഇത് ക്രെഡിറ്റ് സൈഡ് ചെയ്യാം. ഒരു അക്കൗണ്ട് കാരന്റെ എക്സാമിന് വന്നെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞു പ്രാക്ടിക്കലി നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിലാണ് അക്കൗണ്ട് കാരന്റ് പ്രിപ്പയർ ചെയ്യാം. പക്ഷെ എക്സാമിന് 4 ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ 5 ട്രാൻസാക്ഷൻസ് ആണോ, അല്ലെങ്കിൽ ഒരു മാക്സിമം 8 ട്രാൻസാക്ഷൻസ് അത്രേ ഉണ്ടോ? പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? സിമ്പിളാണ്. ദേവനന്ദ്ര നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു, ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ഇതാണ് അക്കൗണ്ട് കറന്റ് ഫോർമാറ്റ്. ഡേറ്റ്, പെർട്ടിക്കുലർ, ഡ്യൂ ഡേറ്റ്, എമൗണ്ട്, ഡേയ്സ്, ഇൻട്രസ്റ്റ്. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പേർച്ചേസ് ആൻഡ് സെയിലിലും ജനറലി ഞാൻ സെല്ല് ചെയ്യും. ആ സെല്ല് ചെയ്യുമ്പോഴും ജനറലി എന്താന്ന് ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഡേറ്റ് തന്നെയാണ്. അതിലെന്ത് മാറ്റമുള്ള ക്വസ്റ്റനിൽ സ്പെസിഫിക് ആയിട്ട് ഡ്യൂ ഡേറ്റ് തരുന്നുണ്ടെങ്കിൽ അത് എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഡേറ്റ് തന്നെ എടുക്കണം. ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റനിൽ പറയുന്നത് ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ. ഓക്കെ, ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ 1st January 2019. ഡ്യൂ ഡേറ്റ്, ഓക്കെ, ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 30th January 2019. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഈ ഡേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ മാത്രമേ തന്നിട്ടുള്ളൂ, ഒന്നും പറയുന്നില്ല. ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. ആ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1/1/2019 ആണ്. അങ്ങനെയാണെങ്കിൽ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്
same as transaction date. Same as transaction date. Okay, മക്കളെ ഏകദേശം നമ്മൾ പ്രോബ്ലത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സ്പെസിഫിക് ആയിട്ട് ഡ്യൂ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഡ്യൂ ഡേറ്റ് എടുക്കാം. ഇഫ് ഡ്യൂ ഡേറ്റ് ഈസ് നോട്ട് ഗിവൺ, ടേക്ക് ട്രാൻസാക്ഷൻ ഡേറ്റ് ആസ് ഡ്യൂ ഡേറ്റ്. നമ്മളൊരു പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്തു തരും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പ്രോബ്ലത്തിലേക്ക് പോകണം. ഓക്കെ, ഇതാണ് എക്സാമ്പിൾ. സോൾഡ് ഗുഡ്സ് ടു രാമു. ഓക്കെ, ഓക്കെ, നമ്മൾ പറയുന്നത് പ്രിപ്പയർ അക്കൗണ്ട് കറന്റ് റെന്റഡ് ബൈ സോഹൻ. നമ്മുടെ സോഹനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലാക്കേണ്ടത് സോഹനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആരെ പേരിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്? സോഹനാണ് സെൻഡർ. ആരാണ് റിസീവർ? രാമു. ഓക്കെ, രാമു ഇൻ അക്കൗണ്ട് കറന്റ് വിത്ത് സോഹൻ. ഓക്കെ, മനസ്സിലാക്കേണ്ടത് റെന്റഡ് ബൈ എന്ന് പറഞ്ഞാൽ പ്രിപ്പയർഡ് ബൈ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സർ ഇവിടെ എന്തുണ്ട്? പെർച്ചേസും ചെയ്യുന്നുണ്ട്, സെയിലും ചെയ്യുന്നു. ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ ട്രാൻസാക്ഷൻസ് ഉള്ളത്. സോൾഡ് ഗുഡ്സ് ടു രാമു 1/1/2019 10,000 rupees. Cash received from രാമു 5,000 rupees 15/1/2019. Purchase goods from രാമു. ഓക്കെ, രാമു ആണ്, എല്ലാം രാമു ആണ്. 6,000. അതായത് ക്യാഷ് പേ ടു രാമു 3,000 rupees. സർ കൂടുതൽ കൊടുത്ത് കുറവ് കൊടുത്ത് അതൊന്നും നമ്മൾ ഇവിടെ ഇപ്പൊ ചിന്തിക്കേ വേണ്ട. എങ്ങനെയായാലും നമ്മൾ ഇവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോയെന്ന്. അതായത് ഇവർ രണ്ടാളും നമ്മളുടെ ട്രാൻസാക്ഷൻസ് ഇപ്പൊ തന്നെ 4 ട്രാൻസാക്ഷൻസ്, അതും സെയിൽ ചെയ്തതിന് കണക്കായിട്ടല്ല നമുക്ക് എമൗണ്ട് കിട്ടുന്നത്, അതിൽ പെർച്ചേസ് ചെയ്തതിന് കണക്കായിട്ടല്ല എമൗണ്ട് കിട്ടുന്നത്. അതിൽ തമ്മിൽ എന്തോ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ട് കറന്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആവും. ഇനി പ്രിപ്പയർ അക്കൗണ്ട് കറന്റ് റെന്റഡ് ബൈ സോഹൻ അപ് ടു 31st January 2019. മക്കളെ മനസ്സിലാക്കേണ്ടത് 31st January ആണ് അന്നേരം പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റ്. ഏതാണ്? 31st January. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും ശ്രദ്ധിക്കുക. ഈസി ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റ് റേറ്റ് 12%. 2019 365 days ആവുള്ളൂ, അതുകൊണ്ട് പ്രശ്നമില്ല. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 12%. എല്ലാവരും ശ്രദ്ധിച്ചോ. ഈ ക്വസ്റ്റ്യനിൽ ഡ്യൂ ഡേറ്റ് അപ്പം ഡ്യൂ ഡേറ്റ് തന്നിട്ടില്ല. അസ്യൂംഡ് ഡ്യൂ ഡേറ്റ് ആസ് ട്രാൻസാക്ഷൻ ഡേറ്റ്. ഇവിടെ ഡ്യൂ ഡേറ്റ് തന്നില്ല, അസ്യൂംഡ് ട്രാൻസാക്ഷൻ ഡേറ്റ് ആസ് ഡ്യൂ ഡേറ്റ്. ഓക്കെ, അടുത്ത ഒരാളുടെ ഡൗട്ട്, ഡ്യൂ ഡേറ്റ് സെയിം ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. മക്കളെ ഡ്യൂ ഡേറ്റ് സെയിം ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാതല്ല. ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് പേയ്മെന്റ് ഡേറ്റ് ഡിഫറെന്റ് ആണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കട്ടെ. 15/1/2019 വിറ്റ സാധനത്തിന് പൈസ കിട്ടിയത് 15/1/2019. അന്നേരം 1/1 കിട്ടേണ്ടതാണ്. 15 ദിവസം നമ്മൾ ലേറ്റ് ആക്കിയത് കൊണ്ട് നമ്മൾ അവരെ മേലെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക ചെയ്യും. പറയുന്ന മനസ്സിലായത്? ഡ്യൂ ഡേറ്റ് സെയിം ആക്കിയതിന് ഇൻട്രസ്റ്റ് ആവില്ല എന്നല്ല, ഡ്യൂ ഡേറ്റും പേയ്മെന്റ് ഡേറ്റും ഡിഫറെന്റ് സെയിം ആക്കിയതിനല്ലാതെ ഇൻട്രസ്റ്റ് ഇല്ലാത്തത്. ഡ്യൂ ഡേറ്റും പേയ്മെന്റ് ഡേറ്റും സെയിം ആണെങ്കിൽ ഇൻട്രസ്റ്റ് വരില്ല. ഡ്യൂ ഡേറ്റും പേയ്മെന്റ് ഡേറ്റും ഡിഫറെന്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് എന്തായാലും വരും. എന്നാലും നമുക്ക് ഇപ്പൊ 3 ഡേറ്റ്സ് ആ ഉള്ളത്. ശ്രദ്ധിച്ചു എല്ലാവരും. കോംപ്ലിക്കേറ്റഡ് അല്ല മക്കളെ, ജസ്റ്റ് ഞാൻ ഫുൾ 100% പഠിക്കാന്നുള്ള രീതിയാണ്, അതും കൺസെപ്റ്റ് ഓറിയന്റഡ്. ട്രാൻസാക്ഷൻ ഡേറ്റ്, ഡ്യൂ ഡേറ്റ്, പിന്നെ പേയ്മെന്റ് ഡേറ്റ്. ഓക്കെ, ഒരു ഇൻട്രസ്റ്റ് കാൽക്കുലേഷനിൽ ഇത് രണ്ടുമാണ് റെലവെന്റ്. പക്ഷെ അക്കൗണ്ട് കറന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നും നമുക്ക് റെലവെന്റ് അല്ല, ഇതൊന്നും ആവശ്യമില്ല, ഇതൊന്നും നമ്മൾ ചിന്തിക്കൂല. ട്രാൻസാക്ഷൻ ഡേറ്റ് എല്ലാ ടൈമും ഇറലവെന്റ് ആണ്. എന്തിന്റെ ആവശ്യം? ഒരാവശ്യമില്ല. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഡ്യൂ ഡേറ്റ് മുതൽ പേയ്മെന്റ് ഡേറ്റ് ഒന്നും പറയുന്നില്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഡേറ്റ് ആണ് ഡ്യൂ ഡേറ്റ്. ഇത്രയേ ഉള്ളൂ. പറയുന്ന മനസ്സിലായി മക്കളെ? അക്കൗണ്ട് കറന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ലെഡ്ജേഴ്സ് അക്കൗണ്ട്. നമ്മൾ ഇപ്പൊ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് രാമുവിന്റെ അക്കൗണ്ട് കറന്റ് ആണ്. ഓക്കെ, റിസീവർ ഇൻ അക്കൗണ്ട് കറന്റ് വിത്ത് സെൻഡർ. ഓക്കെ, റിസീവർ ഇൻ അക്കൗണ്ട് കറന്റ് വിത്ത് സെൻഡർ എന്ന് പറയുമ്പോൾ ഇവിടെ രാമു ആണ് റിസീവർ. ഓക്കെ, രാമു ഇൻ അക്കൗണ്ട് കറന്റ് വിത്ത് ആരാണ്? സോഹൻ. ഓക്കെ, സോഹനാണ് സെൻഡർ. എന്നിട്ട് ഇൻട്രസ്റ്റ് അപ് ടു 31st January. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹെഡിങ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഫോർമാറ്റ് വരക്കാം. ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. ഓക്കെ, ഇനി ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണം. മക്കളെ മനസ്സിലാക്കണ്ടേ, ഇത് രാമുവിന്റെ അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. എന്താ പ്രിപ്പയർ ചെയ്യുന്നത്?
രാമുവിന്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. രാമുവിന്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ രാമുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണം അല്ലെങ്കിൽ എൻ്റർ ചെയ്യണം. ഓക്കെ, ശ്രദ്ധിക്കുക മക്കളെ, ശ്രദ്ധിക്കും. ഫസ്റ്റ് ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ടു രാമു. സാധാരണ രീതിയിൽ സോൾഡ് ഗുഡ്സ് ടു രാമുവിന്റെ ജേർണൽ എൻട്രി എന്താ, രാമു അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽസ്. രാമു അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽസ് അതാണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. രാമു അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽസ് ഏതാ ഡേറ്റ്, 1st January 2019. 1st January മാത്രം മതി, 19 ഞാനിപ്പോ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 1st January. ഓക്കെ, എമൗണ്ട് എന്ന് പറയുന്നത് 10,000. ഓക്കെ, നമ്പർ ഓഫ് ഡേയ്സ് അതിലേക്ക് വരാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡ്യൂ ഡേറ്റ് മുതൽ ഓക്കെ, പേയ്മെന്റ് ഡേറ്റ് ഒന്നും ഇവിടെ റെലവന്റ് ഇല്ല. കാരണം എന്താ അറിയോ, പേയ്മെന്റ് ഡേറ്റ് ഒന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചത് പേയ്മെന്റ് ഡേറ്റ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ കാൽക്കുലേഷന്റെ പോകണം. ഇവിടെ അക്കൗണ്ട് കറന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഡ്യൂ ഡേറ്റ് മുതൽ പ്രിപ്പറേഷൻ ഡേറ്റ്. ഏത് ഡേറ്റിനാണോ അക്കൗണ്ട് കറന്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആ ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റ് ഡേയ്സ് ആണ് എടുക്കേണ്ടത്. മക്കളെ, ഡ്യൂ ഡേറ്റ് മുതൽ അക്കൗണ്ട് കറന്റ് പ്രിപ്പറേഷൻ ഡേറ്റ്. ഓക്കെ, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതിലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഡ്യൂ ഡേറ്റ് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. ഡ്യൂ ഡേറ്റ് കൗണ്ടിങ്ങിൽ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൗണ്ടിങ്ങിൽ എടുക്കേണ്ട ഡേറ്റ് എന്ന് വെച്ചാൽ ഡ്യൂ ഡേറ്റ് എടുക്കേണ്ട അത് മുതൽ ഏത് ഡേറ്റ് വരെ, അക്കൗണ്ട് പ്രിപ്പറേഷൻ ഡേറ്റ് വരെ. അക്കൗണ്ട് പ്രിപ്പറേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 31st January. ഓക്കെ, ഇവിടെ കണ്ട ക്വസ്റ്റ്യൻ തന്നിട്ട് അപ് ടു 31st January 2019. അതേപോലെ ഓരോ ക്വസ്റ്റ്യനിലും ഒരു ഡേറ്റ് തരും. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെ അന്നേരം നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ 1/1/2019 മുതൽ 31/1/2019 വരെയുള്ള ഡേറ്റ് എടുക്കേണ്ടത്. അതായത് 1-ാം തീയതി ഒഴിവാക്കാം. അങ്ങനെയാണെങ്കിൽ 30 ദിവസം വരും. ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാട്ടെ. 2, 3, 4, 5, 6, 7, 8, 9, 10, 11 വരെ 10 നമ്പേഴ്സ്. ഓക്കെ, എന്നിട്ട് 21 വരെ 20 നമ്പേഴ്സ്, 31 വരെ 30 ഡേയ്സ്. ഓക്കെ, എന്നിട്ട് 30 ഡേയ്സ് ആണ് നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത്. മനസ്സിലാ, ഡ്യൂ ഡേറ്റ് മുതൽ അക്കൗണ്ട് കറന്റ് പ്രിപ്പറേഷൻ ഡേറ്റ് വരെ അതിൽ ഡ്യൂ ഡേറ്റ് കൺസിഡർ ചെയ്യണതാണ് നമ്മൾ പറയുന്നത്. 2 മുതൽ എടുക്കേണ്ടത്, 2, 3, 4, 5 അങ്ങനെ. ഓക്കെ, ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, 30 ദിവസത്തേക്കുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങൾ എന്താ ചെയ്യുന്നത്, 30 ദിവസത്തേക്കുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, പറയുന്നത് മനസ്സിലാകണ്ട. ആഫ്റ്റർ ഓൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ആണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇവിടെ ഏത് അക്കൗണ്ട് കറന്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അവർക്ക് എത്ര ഇൻട്രസ്റ്റ് കൊടുക്കാണ്ട് അല്ലെങ്കിൽ അവർക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടാണ്ട് അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അന്നേരം നമ്മൾ എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ഇൻട്രസ്റ്റ് എത്ര ദിവസത്തേക്ക് കണ്ടുപിടിക്കാം, 30 ദിവസത്തേക്ക്. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ ചെയ്തുതരാം. ഓക്കെ, ഒരു എക്സാമ്പിൾ ചെയ്തുതരാം. 10,000 into 12% into 30/365. ഈ കേസിൽ എത്രയാണ്, 30/365. അതായത് 10,000 into 12% into 30/365 that is equal to 98.63. ഓക്കെ, 98.63 ആ വരുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ കാണിച്ചോ. 98.63 മക്കളെ മനസ്സിലായിട്ടുണ്ടായത്. അതായത് നിങ്ങൾ ഇപ്പൊ ഫസ്റ്റ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തു. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ക്യാഷ് റിസീവ്ഡ് ഫ്രോം രാമു ആണ്. ക്യാഷ് റിസീവ്ഡ് ഫ്രോം രാമുവിന്റെ ജേർണൽ എൻട്രി, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു രാമു. അത് ഏതാ ഡേറ്റ്, 15th January. ഓക്കെ, 15th January ബൈ ക്യാഷ്. ഓക്കെ, രാമുവിന്റെ അടുത്ത് പൈസ കിട്ടുമ്പോൾ ഞങ്ങളുടെ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു രാമു. നിങ്ങൾ ക്യാഷ് രാമുവിന്റെ അക്കൗണ്ട് എങ്ങനെയാണോ പോസ്റ്റ് ചെയ്യുന്നത് അതേപോലെ പോസ്റ്റ് ചെയ്യുക. ഒരു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എങ്ങനെയാണോ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് അതേപോലെ പോസ്റ്റ് ചെയ്തോ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു രാമു. ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഒന്നും പറയാത്തതുകൊണ്ട് 15th January നമ്മൾ ട്രീറ്റ് ചെയ്തു. അതിൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നത്, 5,000 rupees. എത്രയാണ്, 5,000 rupees. ഓക്കെ, 5K. നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് മക്കൾ സർ ക്യാഷ് റിസീവിന് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. അക്കൗണ്ട് കറന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ആരതാണോ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അവര് ലെഡ്ജർ അക്കൗണ്ടിൽ വരുന്ന എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഡ്യൂ ഡേറ്റ് മുതൽ അക്കൗണ്ട് കറന്റ് പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റ് വരെ. സോ ക്യാഷ് റിസീവിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുകയല്ല വേണം അങ്ങോട്ടേക്ക്. അത് നമ്മളൊരു നെറ്റ് എഫക്ട് കാണിക്കുന്ന, നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കൊന്നും ചെയ്യൂല.
നമ്മളെന്ത് അയാൾ നമുക്ക് തരാനുള്ള പൈസ തന്നപ്പോ നമ്മളെന്തിനാ അയാൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യം? പക്ഷെ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ആഫ്റ്റർ ഓൾ നമ്മൾ അക്കൗണ്ട് കറന്റ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ നമുക്ക് കറക്റ്റ് കിട്ടുകയും ചെയ്യും, നമ്മൾ ആ കോംപ്ലക്സ് പ്രോസസ് സിമ്പിൾ ആയിട്ട് വരികയും ചെയ്യും. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യുക, 15th January മുതൽ 31st January വരെ നിങ്ങൾ എന്ത് ചെയ്യുക, കൗണ്ട് ചെയ്യുക. ഓക്കെ, 16, 17, 18, 19, 20. ഓക്കെ, 20 വരെ 5 days ആയി, ബാക്കി 10 days വരും. ഓക്കെ, ടോട്ടൽ എത്ര വരുന്നുണ്ട്? 16 days വരുന്നില്ല മക്കളെ. 15 എന്ന് പറയുമ്പോൾ 16, 17, 18, 19, 20. ഓക്കെ, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. 15 days plus 1, 16 days. നിങ്ങൾ എന്ത് ചെയ്യുക, 16 ഡേയ്സിലേക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഫൈൻ 16 days. ഓക്കെ, അതായത് നിങ്ങൾ ഒന്നുമില്ല 31 days ആണെങ്കിൽ ഒന്ന് കുറച്ച് 30 ദിവസം. ഓക്കെ, ഇനി 15 January മുതൽ ബാക്കി ഡേയ്സ് 16 ദിവസമാണ്. 16 ദിവസം എന്ന് പറഞ്ഞാൽ അതിൽ ഒന്ന് കുറച്ചാൽ മതി. 15 ദിവസം ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ 16 ദിവസം, 17 ദിവസം അതിൽ നിന്ന് ഒന്ന് റിമൂവ് ചെയ്താൽ 16 ദിവസം. 16 ദിവസത്തേക്കുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെയാണ്? സെയിം 5,000 into 12% into 50, 16/365. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര എമൗണ്ട് കിട്ടുന്നത് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? 12% into 16/365. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ മക്കളെ പറഞ്ഞേ? 26.30. ഇഫ് ഐ എം റൈറ്റ്, 26.30. ഓക്കെ, 26.30. നമ്മൾ അത് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു. ഓക്കെ, നെക്സ്റ്റ് എന്താന്ന് വെച്ചാൽ അതേപോലെ അടുത്ത് എന്ത് ചെയ്യുന്നത്, രാമുവിന്റെ അടുത്ത് നമ്മൾ പേർച്ചേസ് ചെയ്യുന്നു. സർ, നമ്മൾ ഒരാളെ നിന്ന് പേർച്ചേസും സെയിലും നടത്തും ചിലപ്പോൾ. ഫോർ എക്സാമ്പിൾ എല്ലാം എക്സാമ്പിൾ ആണ്, പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് മനസ്സിലാക്കാൻ വേണ്ടിട്ട്. രാമു എന്ന് പറയുന്ന ആള് ഓക്കെ റീറ്റെയിലറും ആണ് ഹോൾസെയിലറും ആണ്. അങ്ങനെ ആവാൻ പറ്റുമോ ചോദിച്ചാൽ ആവാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. റീറ്റെയിലർ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ. ഓക്കെ, ഹോൾസെയിലർ എന്ന് പറയുന്നത് ബാറ്ററി വേണം. മൊബൈൽ ഹോൾസെയിലർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ. ഓക്കെ, കമ്പ്യൂട്ടറിന്റെ ഹോൾസെയിലറും ആണ്, മൊബൈലിന്റെ റീറ്റെയിലറും ആണ്. പക്ഷെ സോഹൻ എന്ന് പറയുന്ന ആള് ഓക്കെ റീറ്റെയിലറും ആണ് ഹോൾസെയിലറും ആണ്. ഫോർ എക്സാമ്പിൾ വിചാരിക്കാൻ മാത്രം, ഇങ്ങനെ സംഭവിക്കും. ഓക്കെ, പിന്നെ റീറ്റെയിലർ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിന്റെ, സോഹൻ കമ്പ്യൂട്ടറിന്റെ റീറ്റെയിലർ ആണ്, ഹോൾസെയിലർ എന്തിന്റെയാണ്? മൊബൈൽ ഫോണിന്റെ. ഓക്കെ, മനസ്സിലാക്കിയല്ലേ? രണ്ടാളും ഓപ്പോസിറ്റാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, സോഹൻ എന്ത് ചെയ്യും, ഹോൾസെയിൽ ആയിട്ട് മൊബൈൽ കൊടുക്കും. ഓക്കെ, എന്നിട്ട് അയാൾ എന്ത് ചെയ്യും, റീറ്റെയിൽ ആയിട്ട് അത് വാങ്ങിക്കും. ഓക്കെ, ഇങ്ങനെ അയാൾ റീറ്റെയിൽ ആയിട്ട് സെയിൽ ചെയ്യും. എന്നാൽ അയാൾക്ക് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ ആരാന്ന്, പേർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആരാന്ന്? സോഹൻ. ഓക്കെ, ഇത് ഇവിടുന്ന് എന്ത് ചെയ്യും, പേർച്ചേസ് ചെയ്യും, ഇങ്ങോട്ടേക്ക് പേർച്ചേസ് ചെയ്യും. ഓക്കെ, അതേപോലെ ഇയാൾ എന്ത് ചെയ്യും, ഇവിടുന്ന് എന്ത് ചെയ്യും, അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടുന്ന് പേർച്ചേസ് ചെയ്യും. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും പേർച്ചേസ് ചെയ്യാം. അങ്ങനെ നടക്കും. അന്നേരം ഒരാൾ അവരിന്ന് വാങ്ങിക്കുന്നു, അന്നേരം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അവർക്ക് സെല്ലാവും. ഇനി ഈ ചെറിയ ഐറ്റംസ് ഇയാൾ എന്ത് ചെയ്യും, അങ്ങോട്ടേക്ക് സെല് ചെയ്യും, അയാൾക്ക് എന്ത് ചെയ്യും, പേർച്ചേസ് ആവും. സംഭവം പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? എക്സാമ്പിൾ ഇതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആണ് മക്കളെ. അതായത് രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ ഒരു പ്രൊഡക്റ്റിൽ നമ്മൾ ഹോൾസെയിലർ ആയിരിക്കും, ചിലപ്പോൾ റീറ്റെയിലർ ആയിരിക്കും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ ഹോൾസെയിലർ ആണെങ്കിൽ രണ്ട് പ്രൊഡക്റ്റിലും നമ്മൾ ഹോൾസെയിലർ ആണെങ്കിലും ചില പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് പെട്ടെന്ന് ഒരു ഡിമാൻഡ് വന്നപ്പോൾ സപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ എന്ത് ചെയ്യും, വേറെ അടുത്തുള്ള ഒരു ഹോൾസെയിലറിൽ നിന്ന് വാങ്ങിക്കും. ശരിക്കും പറഞ്ഞാൽ ആ ഹോൾസെയിലർ നമ്മളെയാണ് ഫുള്ളി ഡിപ്പെൻഡന്റ്. പക്ഷെ ആ പ്രൊഡക്റ്റ് ഫോർ ടൈമിങ് അയാളടുത്ത് അയാളടുത്ത് ഉണ്ട്, അതായത് നമ്മൾ അയാളിൽ നിന്ന് പർച്ചേസ് ചെയ്യും. അങ്ങനെയും സംഭവിക്കാം. ഓക്കെ, അതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കേണ്ടത് ഇത് റോങ് ആണെന്ന് വിചാരിക്കരുത്. പർച്ചേസ് ഗുഡ്സ് ഫ്രം രാമു എന്ന് പറയുമ്പോൾ ജേർണൽ പർച്ചേസ് അക്കൗണ്ട് ടു രാമു, അതായത് ഏതാ ഡേറ്റ്, 16th ഡേറ്റ്. ബൈ പർച്ചേസ്. ഓക്കെ, ബൈ പർച്ചേസ് അതിന്റെ ഡ്യൂ ഡേറ്റും സെയിം ഡേറ്റ് ആണ്. ഓക്കെ, എത്രയാണ് എമൗണ്ട്? 6,000 rupees. എത്ര എമൗണ്ട്? 6,000 rupees. ഓക്കെ, ഡ്യൂ ഡേറ്റ് 16 days അല്ല 15 days ആണ് വരാം. 15 days വരും. നമ്മൾ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മക്കളെ 6,000 into 12% into 16/365, that is equal to 31.56. okay, 31.56.
ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 18th ക്യാഷ് പേ ചെയ്യുന്നത്. 18th 1/2019 ക്യാഷ് പേ ചെയ്യുമ്പോൾ ടു ക്യാഷ്. ഓക്കെ, രാമ അക്കൗണ്ട് അപ് ടു ക്യാഷ്. ഓക്കെ, രാമന് പൈസ കൊടുക്കുമ്പോൾ ജേർണലിൽ രാമ അക്കൗണ്ട് അപ് ടു ക്യാഷ്. സെയിം 18th നമ്മുടെ ഡ്യൂ ഡേറ്റ് വരുന്നത്. എമൗണ്ട് 3000. ഓക്കെ, ഡേയ്സ് എത്ര വരാം, 19, 20 2 ഡേയ്സ്. ഓക്കെ, പിന്നെ എത്ര 10 ഡേയ്സ്. 10 ഡേയ്സ് ആകുമ്പോൾ 12 13 ഡേയ്സ് വരും. ഓക്കെ, days 3000 into 12% into 13 divided by 365. Okay, 12.82. Okay, 12.82. നമ്മൾ ട്രാൻസാക്ഷൻസ് കഴിഞ്ഞു. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാലൻസ് ചെയ്യാം. ഓക്കെ, ബാലൻസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ബാലൻസ് ചെയ്യാം. നമ്മൾ ഇപ്പോഴത്തെ എക്സാമ്പിൾ വെച്ചിട്ട് ഇത്രയും ട്രാൻസാക്ഷൻസ് ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ബാലൻസ് ചെയ്യേണ്ട അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ എന്താണ് ഫസ്റ്റ് ബാലൻസ് ചെയ്യേണ്ടത്, ഇൻട്രസ്റ്റ് കോളം. ഫസ്റ്റ് ബാലൻസ് ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് കോളാണ്. ഇൻട്രസ്റ്റ് ബാലൻസ് ചെയ്ത് ആ സാധാരണ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ആണ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡിനെക്കാട്ടിയും കൂടുതൽ. ഡെബിറ്റ് സൈഡ് ഇൻട്രസ്റ്റ് ആണ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡിനെക്കാട്ടിയും. എന്ത് ചെയ്യുക, ഡെബിറ്റ് സൈഡ് ഫസ്റ്റ് ടോട്ടൽ ചെയ്യുക. 98.63 plus 12.82. Okay, that is equal to 111.45. Okay, 111.45. And അതേപോലെ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്ത് 111.45. അതിന് മൈനസ് ചെയ്യാം. സാധാ ബാലൻസിങ്. ഓക്കെ, അതിലൊന്നും ഒരു മാറ്റമില്ല. -26.3 - 31.56. ഓക്കെ, 53.59. നമ്മൾ ഇതെന്താ ചെയ്യുക, ഈ ബാലൻസ് ഓഫ് ഇൻട്രസ്റ്റ് എന്താ ചെയ്യാം, ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാം. ഓക്കെ, മക്കളെ ചെറിയ തെറ്റുണ്ട്. അതായത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് ഇൻട്രസ്റ്റ് മാറിപ്പോയിട്ടുണ്ട്. അതായത് പർച്ചേസ് റിലേറ്റഡ് ആയിട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് 31.56 ഞാൻ നേരത്തെ ചെയ്തത്. ഇപ്പൊ അതല്ല, എമൗണ്ട് 29.56 ആണ്. ഓക്കെ, എനിവേ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. നമ്മൾ ഫസ്റ്റ് ബാലൻസ് ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് കോളാണ്. ഇൻട്രസ്റ്റ് കോളം ബാലൻസ് ചെയ്തിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് ഒരു കാലത്ത് നമുക്ക് ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ, ടു ബാലൻസ് ക്യാരി ഡൗൺ നമുക്ക് കാണിക്കാൻ പറ്റില്ല. ശരിയല്ലേ, നമ്മളെ കാണിക്കും. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നോമിനൽ അക്കൗണ്ട് ആയിട്ട് അല്ല, അത് ഒരു കാലത്ത് നമുക്ക് ടു ബാലൻസ് ക്യാരി ഡൗൺ, ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ ഒന്നും പറ്റി കാണിക്കാൻ പറ്റില്ല. സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. 111.45 minus 26.3 minus 29.59, that is equal to 55.56. ഓക്കെ മക്കൾ, ഇത് കറക്റ്റ് അല്ലേ? ഇത് കറക്റ്റ് അല്ലേ? നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 31st January ബൈ ബാലൻസ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, നമ്മൾ ബൈ ബാലൻസ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത. ഓക്കെ, ബൈ ബാലൻസ് ഓഫ് ഇൻട്രസ്റ്റ്, ബൈ ബാലൻസ് ഓഫ് ഇൻട്രസ്റ്റ് പറയുന്ന മനസ്സിലാവും മക്കളെ. ബൈ ബാലൻസ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു നെയിം സേക്ക് മാത്രം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഇൻട്രസ്റ്റ് ഡെബിറ്റ് സൈഡ് അല്ല കൂടുതലുള്ളത്, ഇൻട്രസ്റ്റ് ഡെബിറ്റ് സൈഡ് അല്ല കൂടുതലുള്ളത്. നമ്മളത് ക്ലോസ് ചെയ്യണം. ആർക്കാ ക്ലോസ് ചെയ്യാം? ഈ ഇൻട്രസ്റ്റ് ആർക്കാ കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ കിട്ടാനുള്ളത്? രാമന്. ആർക്കാ കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ കിട്ടാനുള്ളത്? രാമന്. ഈ എമൗണ്ട് കിട്ടാണ്ട് അല്ലെങ്കിൽ കൊടുക്കാനുണ്ട്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഈ ഇൻട്രസ്റ്റ് ഓക്കെ, ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ബൈ ബാലൻസ് ഓഫ് ഇൻട്രസ്റ്റ് എന്നിട്ട് ബാലൻസ് ഫിഗർ എഴുതി വെച്ചു. ബാലൻസ് ഫിഗർ എങ്ങനെ ബാലൻസ് ചെയ്തത്? ക്രെഡിറ്റ് സൈഡോ ഡെബിറ്റ് സൈഡോ കൂടുതൽ നോക്കാം. ചില സമയം ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ, ചില സമയം ഡെബിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ. വാട്ട് എവർ, നോ പ്രോബ്ലംസ്. ഓക്കെ, നിങ്ങൾ ബാലൻസ് ചെയ്യുക. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക, ബാലൻസ് എമൗണ്ടിന്റെ അടുത്ത് ബാലൻസ് ഓഫ് ഇൻട്രസ്റ്റ് എന്നിട്ട് കാണിക്കാം. ഇനി ഈ ബാലൻസ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇത് ആർക്കുള്ളതാ? ഒന്നെങ്കിൽ നമ്മൾ ഈ രാമന് കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ രാമന്റെ അടുത്ത് കിട്ടാനുള്ളത്. രാമന്റെ അടുത്ത് കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ കിട്ടാനുള്ളത്. ഇപ്പൊ രാമന്റെ അക്കൗണ്ട് ഇപ്പൊ എന്ത് ബാലൻസ് ആവുള്ളത്? ഡെബിറ്റ് ബാലൻസ്. ഓക്കെ, ഇൻട്രസ്റ്റിന് എന്ത് ബാലൻസ് ആവുള്ളത്? ഡെബിറ്റ് ബാലൻസ്. കാരണം ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ, ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? രാമുലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. രാമുലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ? അതായത്
ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇൻട്രസ്റ്റ് എന്ത് ബാലൻസ് ആ ഡെബിറ്റ് ബാലൻസ്, കാരണം ഡെബിറ്റ് സൈഡ് അല്ലേ കൂടുതലുള്ളത്. ഓക്കെ, ഡെബിറ്റ് സൈഡ് അല്ലേ കൂടുതലുള്ളത്, അതുകൊണ്ടല്ലേ നമ്മൾ ബൈ ബാലൻസ് ഓഫ് ഇൻട്രസ്റ്റ് എന്നിട്ട് ചെയ്തത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഇൻട്രസ്റ്റ് നമ്മൾ ആർക്കാ കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ കിട്ടാനുള്ളത്. ഓക്കെ, അത് എന്താ ഉള്ളതെന്ന് നമുക്ക് പിന്നെ പറയാം. അത് എന്താ ഉള്ളത് നമുക്ക് പിന്നെ പറയാം. കൊടുക്കാനുള്ളത് കിട്ടാനുള്ളത് എന്നുള്ളത് പിന്നെ പറയാം, വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. ഡെബിറ്റ് സൈഡ് കൂടുതൽ ഐറ്റം നമ്മൾ ക്ലോസ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. എന്താ ചെയ്യാം? അത് ക്രെഡിറ്റ് ചെയ്യും. ഇത് ആർക്കുള്ളതാ ഈ ഇൻട്രസ്റ്റ്? അല്ലെങ്കിൽ ആരെങ്കിലും കിട്ടാനുള്ളതാ അല്ലെങ്കിൽ ആർക്ക് കൊടുക്കാനുള്ളതാ? രാമുന്. ഓക്കെ, അതുകൊണ്ട് രാമുന് നമുക്ക് എന്ത് ചെയ്യാം? ഡെബിറ്റ് ചെയ്യാം. ഓക്കെ, മനസ്സിലാക്കേണ്ടത് ഈ ഇൻട്രസ്റ്റിന് ഇപ്പൊ ഡെബിറ്റ് ബാലൻസ് ഉള്ളത്. എന്ത് ബാലൻസ് ഉള്ളത്? ഡെബിറ്റ് ബാലൻസ്. കാരണം ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ. നിങ്ങൾ നോക്കട്ടെ, 11145 ഡെബിറ്റ് സൈഡ് അല്ലേ കൂടുതൽ. ആകെ ടോട്ടൽ വരുന്നത് 49 or 50 സംതിങ് ആണ് വരുന്നത് ക്രെഡിറ്റ് സൈഡിൽ. അതുകൊണ്ടാണ് ഡെബിറ്റ് ബാലൻസ് വരുന്നത്. ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡ് കൂടുതൽ. ഈ ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു ഐറ്റം നമ്മൾ ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ അവിടെ ഒരു ജേർണൽ എൻട്രി പാസ് ചെയ്യണം. എന്താ ജേർണൽ എൻട്രി? രാമു അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ്. എത്ര എമൗണ്ട്? 55.56. എത്ര എമൗണ്ട്? 55.56. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യുക. അതായത് 31/1 നമ്മൾ എന്ത് ചെയ്യണം? ആ ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യണം ടു ഇൻട്രസ്റ്റ്. ഓക്കെ, ടു ഇൻട്രസ്റ്റ്. രാമുവിന്റെ ലെഡ്ജർ അക്കൗണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുക. രാമുവിന്റെ അക്കൗണ്ട് കാർഡിൽ നമ്മൾ എന്ത് ചെയ്യുക? പോസ്റ്റ് ചെയ്യുക 31/1/2019 ടു ഇൻട്രസ്റ്റ്. എത്ര എമൗണ്ട്? 55.56. ഓക്കെ, 55.56. മക്കൾ അത് ഇൻട്രസ്റ്റിൽ കാണിക്കണം. ഇൻട്രസ്റ്റിലൊന്നും കാണിക്കണം. നമ്മൾ കാണിക്കേണ്ടത് എവിടെയാണ്? രാമുവിന്റെ അക്കൗണ്ട്. ഓക്കെ, രാമുവിന്റെ അക്കൗണ്ടിൽ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കോമ്പൗണ്ട് ജേർണൽ എൻട്രിയാണ്. കോമ്പൗണ്ട് ജേർണൽ എൻട്രി എന്ന് പറയുന്നത്, സോറി, കോമ്പൗണ്ട് ജേർണൽ എൻട്രി അല്ല, കോൺട്രാ എൻട്രിയാണ്. കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ജനറലി ഡബിൾ കോൾ ക്യാഷ് ബുക്കിനെ പറയില്ലേ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ എൻട്രി എഫക്ട് ചെയ്യുന്നത് രണ്ട് സൈഡിലാണ്. അതായത് നമ്മുടെ ഡെബിറ്റ് സൈഡിലും എഫക്ട് ചെയ്യുന്നുണ്ട്, ക്രെഡിറ്റ് സൈഡിലും എഫക്ട് ചെയ്യുന്നുണ്ട്. ക്രെഡിറ്റ് സൈഡിൽ ഇവിടെ എഫക്ട് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് കോളത്തിന്, ഇനി ഡെബിറ്റ് സൈഡിൽ എവിടെ എഫക്ട് ചെയ്യുന്നത്? എമൗണ്ട് കോളത്തിന്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? സാധാരണ രീതിയിൽ ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡ് ആണോ കൂടുതൽ, ക്രെഡിറ്റ് സൈഡ് ആണോ? ഡെബിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നത്. അതായത് എമൗണ്ട് വരുന്നത് ടോട്ടൽ വരുന്നത് 13,055.56. ഓക്കെ, 13,055.56. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? സെയിം 31 ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ഓക്കെ, സാധാരണ രീതിയിൽ ഡെപ്റ്ററിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യാം? ബാലൻസ് ക്യാരി ഡൗൺ അല്ലെങ്കിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ. ഓക്കെ, ബാലൻസ് ക്യാരി ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും? ബ്രോഡ് ഡൗൺ ചെയ്യാൻ പറ്റും. ബൈ ബാലൻസ് ക്യാരി ഡൗൺ എത്ര എമൗണ്ട് വരാം? 13,055.56 minus 11,000. That is equal to 2,055.56. ഓക്കെ, അതായത് എന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോ രാമുവിന് ഡെബിറ്റ് ബാലൻസ് ആണ്. അതായത് രാമുവിന് നമ്മൾ കൊടുക്കാനുണ്ട്. എത്ര പൈസ കൊടുക്കാനുള്ളത്? 2055.56. 2000 രൂപ സാധാ ട്രാൻസാക്ഷൻ വൈസും 55.56 ഇൻട്രസ്റ്റ് വൈസും. നമ്മളിപ്പോ ഈ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇത്ര ചെയ്തത്. ഓക്കെ, പറയുന്ന മനസ്സിലാ? ഒന്നും കൂടി പറയാം. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ ട്രാൻസാക്ഷൻസും പോസ്റ്റ് ചെയ്യുക. എല്ലാ ട്രാൻസാക്ഷൻസും ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യണം. ഏത് ഡേറ്റ് മുതൽ? ഡ്യൂ ഡേറ്റ് മുതൽ അക്കൗണ്ട് കറണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റ് വരെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സർ, റെസിപ്റ്റ് ഡേറ്റ്, പേയ്മെന്റ് റെസിപ്റ്റ് ഡേറ്റും പേയ്മെന്റ് ഡേറ്റും നിങ്ങൾ ഇവിടെ നോക്കേ വേണ്ട, അതിലും ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ആകുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓക്കെ, ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാം? എല്ലാ ട്രാൻസാക്ഷൻസും സർ, ക്യാഷ് റിസീവ്ഡിന്, ക്യാഷ് പെയ്ഡിന്, പർച്ചേസ് ചെയ്തതിന്, സെയിൽ ചെയ്തതിന്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, എല്ലാ കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡ്യൂ ഡേറ്റ് മുതൽ നമ്മൾ അക്കൗണ്ട് കറണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റ് വരെ. അത് പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റ് വരെ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. എല്ലാം നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റിന്റെ ബാലൻസ് ചെയ്യും. ഓക്കെ, ഇൻട്രസ്റ്റ് ബാലൻസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ജേർണൽ തന്നെ നമുക്ക് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. എന്ത് രാമു എന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ ബാലൻസ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ രാമു എന്ന് പറഞ്ഞാൽ കാണിക്കേണ്ടത് ബാലൻസ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ഓക്കെ, ബാലൻസ് ഓഫ് ഇൻട്രസ്റ്റ്. ആ ബാലൻസ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ എവിടത്തേക്കാണ് ട്രാൻസ്ഫർ ചെയ്യാം? ഓക്കെ, ഇത് നമ്മൾ ഒരാളെ നിന്ന് കിട്ടാനുണ്ട് അല്ലെങ്കിൽ കൊടുക്കാനുണ്ട്. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ കിട്ടാനുണ്ട്. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ കിട്ടാനുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? രാമുവിന്റെ നിന്ന് കിട്ടാനുണ്ട്. സോറി, രാമുവിന് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് അല്ലേ വരുന്നത്, അതുകൊണ്ട് തന്നെ കിട്ടാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജേർണൽ എൻട്രി പാസ് ചെയ്യാം. ഡെബിറ്റ് ബാലൻസ് ഉള്ള ഐറ്റം 0 ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. അത് ആർക്കാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? രാമുവിന്. ജേർണൽ എൻട്രി രാമു അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ്. ഇനി ക്രെഡിറ്റ് ബാലൻസ് വരുന്നുണ്ട് എന്ന് വിചാരിക്കും, ഫോർ എക്സാമ്പിൾ. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ഡെബിറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു രാമു. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്.
നമ്മൾ എന്ത് ചെയ്ത് അതുകൊണ്ട് ഡെബിറ്റ് സൈഡ് പോസ്റ്റ് ചെയ്ത് ആദ്യം പോയിട്ട് ഇൻട്രസ്റ്റ് കോളത്തിലൊന്നും ചെയ്തേക്കില്ല. കാരണം ഇൻട്രസ്റ്റ് കോളം നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞ് ആദ്യം അവിടെ പോയിട്ട് പോസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ തന്നെ പോസ്റ്റ് ചെയ്യേണ്ടത് ഈ എമൗണ്ട് കോളത്തിലാണ്. ഓക്കെ, എമൗണ്ട് കോളത്തിൽ ട്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എമൗണ്ട് കോളം നമ്മൾ ടോട്ടൽ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പം രാമു എത്ര തരാനുള്ളത് അല്ലെങ്കിൽ രാമുവിന് എത്ര കൊടുക്കാനുള്ളത്. ഓക്കെ, ഡെബിറ്റ് ബാലൻസ് കിട്ടിയാൽ കിട്ടാനുണ്ട്. ഓക്കെ, ക്രെഡിറ്റ് ബാലൻസ് കിട്ടിയാൽ കൊടുക്കാനുണ്ട്. രാമു ഇപ്പൊ നമുക്ക് തരാനുള്ളത് 2055.56. ജസ്റ്റ് നമ്പേഴ്സ് എല്ലാം വലിയ ഇതെല്ലാം നിങ്ങൾ കഴിയുമ്പോൾ നമ്പർ കറക്റ്റ് ആക്കിയാൽ മതി. എന്റെ കോളംസ് തന്നെ എനിക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്താ ചെയ്യണമെന്ന് ഞാൻ ചിന്തിക്കുക. ഓക്കെ, പറയുന്ന മനസ്സിലാകുന്ന മക്കളെ, ഇതാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ 31/1/2019 രാമു നമുക്ക് തരാനുള്ളത് 2055.56. 2000 രൂപ ക്യാഷ് ആയിട്ട് ട്രാൻസാക്ഷൻ പൈസയും 55.56 എന്ന് പറഞ്ഞാൽ നെറ്റ് ഓഫ് ഇൻട്രസ്റ്റും. ഇൻട്രസ്റ്റ് നെറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് 55.56. ഓക്കെ ആണോ മക്കളെ? നെക്സ്റ്റ് ഞാൻ എന്താ പറയാന്ന് വെച്ചാൽ, ശ്രദ്ധിക്ക്, ഇതൊന്നും പഠിക്കാൻ നിർബന്ധമില്ല. കാരണം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അത് പോകും. ഡെബിറ്റ് സൈഡ് ഇൻട്രസ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഡെബിറ്റ് സൈഡ് ഇൻട്രസ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഡെബിറ്റ് സൈഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 98.63, 12.82 എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് ഇൻട്രസ്റ്റ് റിസീവബിൾ ആണ്. അതായത് സോഹന്റെ രാമുവിന്റെ അടുത്ത് കിട്ടാനുള്ള ഇൻട്രസ്റ്റ് ആണ് 98.63, അതുപോലെ 12.82 എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ക്രെഡിറ്റ് സൈഡ് ഉദ്ദേശിക്കുന്നത് ഇൻട്രസ്റ്റ് പേയബിൾ ആണ്. അതായത് രാമുവിന് സോഹൻ കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഡെബിറ്റ് സൈഡ് ഇൻട്രസ്റ്റ് റിസീവബിൾ, ക്രെഡിറ്റ് സൈഡ് ഇൻട്രസ്റ്റ് പേയബിൾ. ഓക്കെ, ഡെബിറ്റ് സൈഡ് ഇൻട്രസ്റ്റ് റിസീവബിൾ, ക്രെഡിറ്റ് സൈഡ് ഇൻട്രസ്റ്റ് പേയബിൾ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നെറ്റ് ചെയ്തപ്പോ ഇൻട്രസ്റ്റ് റിസീവബിൾ ഫ്രോം രാമു എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡ് കൂടിയത് കൊണ്ടല്ലേ 55.56 തരാനുണ്ട് എന്ന് പറഞ്ഞത്. അതുകൊണ്ടല്ലേ ജേർണൽ അങ്ങനെ വന്നത് അല്ല. ഓക്കെ, ഒരു മിനിറ്റ്. നിങ്ങൾക്ക് ഞാൻ ജേർണൽ എൻട്രി ക്ലോസ് ചെയ്യണമെന്നല്ല പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടി 2055.56. 2055.56 എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് രാമു തരാനുണ്ട്. രാമു തരാനുണ്ട്. ഡെബിറ്റ് സൈഡ് കൂടിക്കഴിഞ്ഞാൽ തരാനുണ്ടാവുക തന്നെ ചെയ്യാം. ഇൻട്രസ്റ്റ് 55.56 ഡെബിറ്റ് സൈഡ് കൂടിയത് കൊണ്ടാണ് തരാനുള്ളത്. ക്രെഡിറ്റ് സൈഡ് കുറവായതുകൊണ്ട് തരാനില്ല, കൊടുക്കാനില്ല. പറയുന്നത് മനസ്സിലാകുന്നില്ല. 2055.56 നിങ്ങൾ ഡെബിറ്റ് സൈഡ് ഇൻട്രസ്റ്റ് കൂടുന്നുണ്ടെങ്കിൽ തരാനുണ്ട് എന്നാ പറയാം, അല്ലെങ്കിലോ കൊടുക്കാനുണ്ട്. പറയുന്നത് മനസ്സിലാകുന്നില്ല മക്കളെ? 19 സമ്മറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യുക, എമൗണ്ട് മെൻഷൻ ചെയ്യുക, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡ്യൂ ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ്? പ്രിപ്പറേഷൻ ഡേറ്റ് വരെ. ഒപ്പം മനസ്സിലാക്കേണ്ട കാര്യം ഡ്യൂ ഡേറ്റ് ഇൻക്ലൂഡ് ചെയ്യരുത്. ഓക്കെ, ഒരു ഡേറ്റ് മാറിയാൽ എമൗണ്ട് മാറും, ഫുൾ തെറ്റും. ഓക്കെ, അത് എപ്പോൾ ശ്രദ്ധിക്കണം. ഇതിനെല്ലാം ഈ ചാപ്റ്ററിൽ മാർക്ക്. ശരി, ഇതിൽ ഇത്ര സിമ്പിൾ അല്ലേ? സിമ്പിളാണ്, പക്ഷേ ഒരു ഡേറ്റ് മാറിക്കാൻ എല്ലാം സിമ്പിൾ ആവും. പിന്നെ നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും ഡീറ്റെയിൽ ഫസ്റ്റ് ഇൻട്രസ്റ്റ് ബാലൻസ് ചെയ്യുക. ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ, ഡെബിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ അതിന്റെ അർത്ഥം അതിന് ഇൻട്രസ്റ്റ് ഡെബിറ്റ് ബാലൻസ് ആ ഉള്ളത്. എന്നിട്ട് നമ്മൾ അത് ആർക്ക് ക്ലോസ് ചെയ്യണം? ആരെ അക്കൗണ്ടാണോ പ്രിപ്പയർ ചെയ്യുന്നത് അവർക്ക് ക്ലോസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. അവർ ജേർണൽ എൻട്രി പാസ് ചെയ്യുക. എന്താ ജേർണൽ എൻട്രി? ഡെബിറ്റ് സൈഡ് ആണ് നിങ്ങൾ ബാലൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി ക്രെഡിറ്റ് ചെയ്യുക. ജേർണൽ എൻട്രി രാമു അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ്. ഇനി ക്രെഡിറ്റ് ബാലൻസ് കിട്ടുന്നുണ്ടെങ്കിൽ രാമു ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു രാമു. ആ ജേർണൽ എൻട്രി നമ്മൾ എന്ത് ചെയ്യണം? ഈ അക്കൗണ്ട് കറന്റിൽ പോസ്റ്റ് ചെയ്യണം. അത് പോസ്റ്റ് ചെയ്തതിനു ശേഷം എമൗണ്ട് കോളം നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യാം. സർ നമ്പർ ഓഫ് ഡേയ്സ് അത് ബാലൻസ് ചെയ്യാൻ നിൽക്കണം. അങ്ങാണ്ട് വെച്ച് ഡ്യൂ ഡേറ്റ് കോളം ബാലൻസ് ചെയ്യുന്നുണ്ട്, അവിടെ വെച്ച് അങ്ങാണ്ട് വെച്ച് 2 കോളം മാത്രം ബാലൻസ് ചെയ്താൽ മതി. ഇതാണ് അക്കൗണ്ട് കറന്റ് റിലേറ്റഡ് ആയിട്ട് കോൺസെപ്റ്റ് ഓറിയന്റഡ് ക്ലാസ്. ഇത്രയേ ഉള്ളൂ. ഞാനൊരു കാര്യം മനസ്സിലാക്കാം. 3 മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്കൗണ്ട് കറന്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സിമ്പിൾ മെത്തേഡ്, അതാണ് ഇത്. ഇൻഡിവിജ്വൽ മെത്തേഡ് അല്ലെങ്കിൽ സിമ്പിൾ മെത്തേഡ് ആണ് ഇത്. ഇപ്പം പഠിച്ചു. ഓക്കെ ആണ് ഇതുവരെ എല്ലാവരും? ക്വസ്റ്റ്യൻ നമ്പർ 1, ഓക്കെ, അല്ലെങ്കിൽ ഇല്ലസ്ട്രേഷൻ 1 നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. പ്രിപ്പയർ അക്കൗണ്ട് കറന്റ് നാത്ത് ബ്രദേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ വിത്ത് ശ്യാം. ഓക്കെ, അതായത് നാത്ത് ബ്രദേഴ്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് ആര്? ട്രാൻസാക്ഷൻ വിത്ത് ശ്യാം. അതായത് ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കേണ്ടത് ശ്യാം ഇൻ അക്കൗണ്ട് കറന്റ് വിത്ത് നാത്ത് ബ്രദേഴ്സ്. ശ്യാം ആണ് റിസീവർ, നാത്ത് ബ്രദേഴ്സ് ആണ് എന്ത്? സെൻഡർ. ഓക്കെ, കറക്റ്റ് ഞാൻ പറഞ്ഞത്? കറക്റ്റ്. September 16th goods sold to Shyam ₹200. Okay, 200 rupees are due date upon 1st October. Okay, 1st October cash received from Shyam 90 rupees. Okay, adini amount ഒന്നുമില്ല, sorry, due date ഇല്ല. ഡ്യൂ ഡേറ്റ് ഇല്ലെങ്കിലോ ആ ഡേറ്റ് തന്നെയാണ് ഡ്യൂ ഡേറ്റ്. ഓക്കെ, ഗുഡ്സ് പർച്ചേസ് ഫ്രം ശ്യാം October 21 ഡ്യൂ ഡേറ്റ് തന്നിട്ടുണ്ട്. November 1st പെയ്ഡ് ടു ശ്യാം 330 ഡ്യൂ ഡേറ്റ് തന്നിട്ട് ആ ഡേറ്റ് തന്നെയാണ് ഡ്യൂ ഡേറ്റ്. ഓക്കെ, ഏതാണ് ആ ഡേറ്റ് എന്ന് പറയുന്നത്? November 1st. December 1st പെയ്ഡ് ടു ശ്യാം 330
ഇവിടെ ഏതാ ഡ്യൂ ഡേറ്റ്? ഡിസംബർ 1 തന്നെയാണ്. ഡിസംബർ 5 ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം ശ്യാം 500 ഡ്യൂ ഡേറ്റ് എപ്പോഴാണ്? 1 ജാനുവരി. അതേപോലെ ഡിസംബർ ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം ശ്യാം ഡ്യൂ ഡേറ്റ് തന്നിട്ടുണ്ട്. പേ ടു ശ്യാം ഡ്യൂ ഡേറ്റ് തന്നിട്ടില്ല, ഓട്ടോമാറ്റിക്കലി ജാനുവരി 1 തന്നെയാണ് ഡ്യൂ ഡേറ്റ്. അതേപോലെ ജനുവരി 9 ഗുഡ്സ് സോൾഡ് ടു ശ്യാം 20 rupees. ഓക്കെ, വാട്ട് എവർ എമൗണ്ട് എത്ര ചെറുതായാലും വലുതായാലും നമ്മൾ ട്രീറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ, ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1 ഫെബ്രുവരി തന്നിട്ടുണ്ട്. ഓക്കെ, ഡ്യൂ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യുക. തരാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസാക്ഷൻ ഡേറ്റ് ഈസ് assumed to be അല്ലെങ്കിൽ presumed to be due date. The account is to be prepared up to 1st February. 1st February ಅಂದ್ರೆ 1st February ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടയോ? ഇൻക്ലൂഡ് ചെയ്യണം. പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റ് ഇൻക്ലൂഡ് ചെയ്യണം, ഡ്യൂ ഡേറ്റ് ഇൻക്ലൂഡ് ചെയ്യണ്ട. ഓക്കെ, കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് അറ്റ് 6% per annum. ഓക്കെ, പിന്നെന്താ പറയുന്നത്? Per annum 1 year is equal to 365 days. 1 year is equal to 365 days. Okay, ഇത്രയും ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മക്കളെ ട്രൈ ചെയ്യും.